ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി പരാജയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. വീണ്ടും എങ്ങനെ വരാനാണ്? നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വോട്ട് കൂടുതൽ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ നിരൂപണങ്ങളും ഒക്കെ നടത്തും. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ബീഹാറിൽ കണ്ടതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പാർട്ടി ഇന്ന് ചെറിയ ഒരു പാർട്ടിയല്ല. നമ്മള് ഛത്തീസ്ഗഡ് ഭരിക്കുന്നു, രാജസ്ഥാൻ ഭരിക്കുന്നു, മധ്യപ്രദേശ് ഭരിക്കുന്നു, ഉത്തർപ്രദേശ് ഭരിക്കുന്നു, ഗുജറാത്ത് ഭരിക്കുന്നു, മണിപ്പൂർ ഭരിക്കുന്നു, അതുപോലെ ആന്ധ്ര ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള പഴയകാലത്തെ റെഡ്ഡിയെ പോലെയുള്ള ആളുകൾ. അതായത് ഇന്ന് രാജ്യത്ത് 16ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കും 5ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും ഭരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടി എന്തുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പലരെയും കാണുന്നില്ല എന്ന ചോദ്യം ഇപ്പൊ ഇവിടെ മാധ്യമങ്ങൾ എത്തിയ സ്ഥിതിക്ക് അതിനുകൂടി ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. ഞാൻ 2ാം സ്ഥാനത്ത് ജയിക്കാതിരിക്കാനുള്ള കാരണം അപ്രസക്തനായ ഒരാളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ കോൺഗ്രസ് നേതൃത്വം നിർത്തി. എന്താ കാരണം? ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് വരുന്നു എന്നുള്ള സൂചന കേട്ടു. അതും അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ശ്രീമാൻ കടകംപള്ളിയുടെ എതിരാളിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് താല്പര്യം ഇടതുപക്ഷം ജയിക്കുന്നതാണ്. അങ്ങനെ കടകംപള്ളിയുമായി അവര് അണിയറയിൽ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ട് ആർക്കും അറിയാത്ത ഒരു ലാൽ എന്ന് പറയുന്ന ഒരാളെ കടകംപള്ളി പോലെയുള്ള അന്നത്തെ ഒരു 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കുറച്ച് വോട്ടുകൾ UDFന്റെ മറച്ചു കൊടുത്ത് കടകംപള്ളിയെ വിജയിപ്പിച്ചു. ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. അതിന് തൊട്ടു മുമ്പ് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ മാത്രമല്ല, എന്റെ സഹപ്രവർത്തകർ 6 പേരെ പരാജയപ്പെടുത്തി. ശ്രീമാൻ കുമ്മനം രാജശേഖരൻ ജി, അതുപോലെ ശ്രീമാൻ കെ സുരേന്ദ്രൻ തുടങ്ങി 7 പേർ കേരളത്തിൽ അങ്ങനെ വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് BJPയുടെ 7 MLA മാരെ പുറത്തു നിർത്തി.